നീ ഇവിടെ പിറന്നു വളർന്നവൻ, സഹോദരനെയും സ്വജനങ്ങളെയും വെടിഞ്ഞു അന്യമാരുടെ ഭൃത്യനായവൻ, നിനക്ക് ധർമ്മമില്ല. സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ട വിഭീഷണൻ പറഞ്ഞു, എന്തിനാണ് നീ മേനി പറയുന്നത് രാജപുത്ര? ക്രൂരമായ രാക്ഷസകുലത്തിലാണ് ഞാൻ ജനിച്ചത്. എങ്കിലും ഒരുവന് ആദ്യമായി ഉണ്ടാകേണ്ട ഗുണമേതോ അതെനിക്കുണ്ട്. അധർമ്മം ഞാൻ ചെയ്യുകയില്ല. അധർമ്മത്തിൽ ആസക്തനായവനെ സർപ്പത്തെ പോലെ ഉപേക്ഷിച്ചാലേ സുഖം വരികയുള്ളൂ. അന്യന്റെ സ്വത്ത് മോഹിക്കുന്നവനും മറ്റൊരുവന്റെ പത്നിയെ അപഹരിക്കുന്നവനും ദുർവ്രതനാണ്. അങ്ങനെയുള്ളവനെ തീ പിരിച്ച ഗൃഹമെന്ന പോലെ ത്യജിക്കേണ്ടതാണ്. പരദ്രവ്യ അപഹരണം, പരഭാര്യ അപഹരണം, സ്വജനങ്ങളിൽ അവിശ്വാസം, ഈ മൂന്നും നാശം വരുത്തുന്നു. അഭിവന്ദ്യരായ മാമനികളെ വധിക്കൽ, ദേവന്മാരോട് മുഴുവൻ മത്സരം, സജ്ജനങ്ങൾക്ക് ദ്രോഹം, ആവശ്യമില്ലാതെ മഹാന്മാരോട് ശത്രുത്വം, അതികോപം, അഹങ്കാരം, ഈ സ്വഭാവങ്ങൾ എന്റെ ജ്യേഷ്ഠന്റെ ഗുണങ്ങളെ മേഘങ്ങൾ പർവ്വതങ്ങളെ മൂടുന്നതുപോലെ മൂടിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള തിന്മകളാൽ നിന്റെ പിതാവിനെ, എന്റെ ജ്യേഷ്ഠനെ തീ പടർന്ന വീടെന്ന പോലെ ഞാൻ ഉപേക്ഷിച്ചു. ഇനി ഈ ലങ്കാൻ നഗരിയില്ല, നീ ഇല്ല, നിന്റെ അച്ഛനുമില്ല. നെറികെട്ടവനായ ഒരു ഊറ്റക്കാരൻ മാത്രമാണ് നീ. കാലന്റെ പാശം നിന്നെ ബന്ധിച്ചു കഴിഞ്ഞു. അധമരാക്ഷസനായ നിനക്ക് നേരായ പോരിൽ ലക്ഷ്മണനോട് അടുക്കുവാൻ സാധിക്കുമോ? നിന്റെ എല്ലാ ശരങ്ങളെയും പ്രയോഗിക്കുക. പോരിൽ ദുർജയനായ ലക്ഷ്മണന്റെ ലക്ഷ്യമായാൽ ജീവനും കൊണ്ടും മടങ്ങുവാൻ നിനക്ക് സാധ്യമല്ല.